ഓം ശാന്തി. ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിൽ ഏത് റിസ്ക് എടുക്കാനും ആ റിസ്കിന് ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസം തന്നെയാണ്. മുന്നും ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവനവനോട് എന്ത് ചോദിക്കണം, എങ്ങനെ മുന്നേറണം എന്നതിനെക്കുറിച്ചൊരു ടോക്ക് ഷോ ആയി തന്നെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലരും പിന്നെയും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന കുറച്ച് എന്തെങ്കിലും വഴി പറഞ്ഞു തരണമെന്ന്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരികയാണ്. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡിലെ തോട്ട് പാറ്റേണിനെ പോസിറ്റീവാക്കി മാറ്റാനായിട്ടുള്ള കാര്യം ചെയ്തേ പറ്റൂ. പോസിറ്റീവാക്കി മാറ്റണമെങ്കിൽ എന്ത് വേണ്ടി വരും? നമുക്ക് പഠിക്കേണ്ടി വരും. പഠിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. ഇരുമ്പ് പോലും വൈദ്യുത കാന്തമാക്കി നമ്മൾ മാറ്റാറുണ്ട് അല്ലേ, നിരന്തരം അതിലൂടെ ഊർജ്ജം കടത്തി വിട്ടിട്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ 1% ഊർജ്ജമുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ഉത്സാഹം 1% ഉണ്ടെങ്കിൽ ആ ശതമാനത്തിന് നിരന്തരമായിട്ടുള്ള പഠനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും അതിന് നമുക്ക് 100% കൊണ്ടെത്തിക്കാനും വിജയിക്കാനും സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓടാൻ പറ്റാതെ തളർന്നു കിടന്ന കുട്ടി ലോകത്തിലെ ഏറ്റവും വേഗത്തിലുള്ളതായിട്ടുള്ള ഓട്ടക്കാരിയായി മാറുന്നത്. ആ കുട്ടിയുടെ മോട്ടിവേഷൻ്റെ, കോൺഫിഡൻസിൻ്റെ ആധാരത്തിലാണ്. മോട്ടിവേഷൻ അഥവാ ഉത്സാഹം എവിടെ നിന്ന് വരിക? നമ്മുടെ ഉള്ളതായിരിക്കുന്ന വിശ്വാസത്തിലൂടെ. എനിക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കും എന്നത് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ, ആ കാര്യത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാവും. എനിക്കത് പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന സംശയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ, എന്നാൽ ആ കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതിനെ മാറ്റി വയ്ക്കാനുള്ള ഒഴിവ് കഴിവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവനവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയട്ടെ, എത്ര തന്നെ തിരക്കുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി കണ്ടെത്തിയേ പറ്റൂ. മെഡിറ്റേഷൻ ചിലർത്ഥം സിറ്റിംഗ് വിത്ത് ദ സെൽഫാണ്. ഞാൻ എൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ, മറ്റെല്ലാ ലോകത്തു നിന്ന് മാറിക്കൊണ്ട് ഞാൻ എന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളെ, എൻ്റെ ശക്തികളെ എനിക്കാരുമായിട്ട് റിലേഷൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, എൻ്റെ കൂടെ ആരുണ്ട് എന്നതായിരിക്കുന്ന ബോധം ഉണ്ടാവുമ്പോൾ, ഇതാണ് നമ്പർ 1 ബൂസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണോ, യാതൊരു സംശയവും വേണ്ട, മെഡിറ്റേഷൻ അനിവാര്യമാണ്. മെഡിറ്റേഷനിൽ ഹൈലി പവർഫുൾ ആയിരിക്കുന്ന മോട്ടിവേഷൻ, അതും ആ പവർഫുൾ ആയിരിക്കുന്ന അഫർമേഷൻസ്, അതും നമുക്ക് അത്യാവശ്യമാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് പേടി തോന്നുന്നത്, ഡ്രൈവ് ചെയ്യാനാണ് നിങ്ങൾക്ക് പേടി തോന്നുന്നതെങ്കിൽ നിരന്തരമായി ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നാൽ അത് നിങ്ങൾക്ക് ആ പേടി മാറി അതിൽ നിങ്ങൾ എക്സ്പേർട്ടായിട്ട് മാറും. അതുകൊണ്ട് പേടിയുള്ള കാര്യം ചെയ്യാൻ നിങ്ങൾക്ക്, ഈ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഭയം തോന്നുന്നു, ആ കാര്യം ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. ലോകത്തെല്ലാ കാര്യവും അറിയുന്ന ആരുമില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയത്ത് ഉപയോഗിക്കണം. എനിക്ക് ആ സ്കില്ലും വേണം, ഈ സ്കില്ലും വേണം, എല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒന്നും നമുക്ക് പൂർണ്ണമായി സ്വന്തമാക്കാൻ സാധ്യമല്ല. ത്രോ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ് എന്ന് ഞാനൊരു ബുക്ക് വായിച്ചതായിട്ട് ഞാൻ ഓർമ്മിക്കും. എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ അതിലേക്ക് അങ്ങ് എറിയൂ എന്ന് വെച്ചാൽ അർത്ഥം പൂർണ്ണമായിട്ട് അതിലങ്ങ് മുഴുകൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളതായിട്ടുള്ള ഭയം ഇല്ലാണ്ടാവും. ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, എന്തൊക്കെ എനിക്ക് സ്വന്തമാക്കണം, അത് നിങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയും എനിക്കൊരു ഫ്രണ്ടിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, പക്ഷേ ഒരു 4 ആൾ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ നിങ്ങൾക്കുള്ളതായിട്ടുള്ള ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്? അതാണോ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം? നിങ്ങൾക്കത് എപ്പോഴും ആവശ്യമായി വരുന്ന ഘടകമാണ്. എങ്കിൽ നമ്മൾ സെൽഫ് ടോക്കിലൂടെ, ഈവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റായിട്ട് സംസാരിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ പോയി നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ വിറക്കി. എന്നാലും 4ഓ 5ഓ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിരിക്കുന്ന കൂട്ടുകാരുടെ സംഘം ഉണ്ടാക്കി അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് ഇല്ലാതാക്കണം. ഞാൻ ഓർമ്മിക്കും, നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ കൊച്ചു ഗ്രൂപ്പുകളിലാക്കിയിട്ട് നിരന്തരമായ ഒരു മാസ കാലഘട്ടത്തോളം നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എഗെയിൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞോളൂ, നാളെ ആകുമ്പോഴേക്കും 2 പോയിൻ്റ് കൂടെ കൂടാറുണ്ട്. അങ്ങനെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നന്നായി സംസാരിക്കുന്നവരായിട്ട് ഓൾമോസ്റ്റ് ഒരു 99% BK സിസ്റ്റേഴ്സ് നല്ല സ്പീക്കേഴ്സാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ അവർ ആ ഒരു ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് പഠിച്ച് മുന്നോട്ട് വന്നതുകൊണ്ടാണ്. നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ.
ഏത് കാര്യമാണോ പേടിയുള്ള കാര്യം, അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിരന്തരമായി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയും തോറും ആ കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ കണ്ടീഷൻ അത്ര മാത്രമേ ഉള്ളൂ. 4 ദിവസം ചെയ്തു കുറച്ച് എക്സ്പെർട്ടായെന്ന് കണ്ടു കഴിയുമ്പോൾ ഇനി അതിൻ്റെ പ്രാക്ടീസ് ആവശ്യമില്ല എന്ന് കരുതി വിട്ടേക്കരുത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ചെയ്ത പോലെ ആയിക്കൊള്ളുന്നില്ല, എന്നാലും നിങ്ങളുടെ സെക്കൻഡ് ഡേ തേർഡ് ഡേ പോലെ ഒരു 10 ദിവസം ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പോലെ വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. 90% കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അവർ ചെയ്യും 2ാമത്തെയോ 3ാമത്തെയോ ദിവസം ചെയ്യും പോലെ ആ 11 ദിവസത്തെ നിങ്ങളുടെ പ്രാക്ടീസ് അവിടെ നിങ്ങൾക്ക് ആ പ്രഭാവം കുറയും. അതുകൊണ്ട് ഒരു കാര്യത്തെ നമുക്ക് സ്വന്തമാകും വരെ നിരന്തരമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യൂ. അത് നമ്മളെ വല്ലാതെ സഹായിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിനുള്ള ഭയം നിങ്ങൾക്കില്ലാതാവും. ഈ രീതിയിൽ ഏത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം, നിങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കുന്ന കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ ചെയ്തിരിക്കേണ്ട നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയുണ്ട് അതിനാദ്യം ലിസ്റ്റ് ചെയ്യുക, കണ്ടെത്തുക. ഈ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫീൽഡിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായി തന്നെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ ആ കാര്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ 2 കാര്യങ്ങൾ ഒഴിവാക്കണം. 2ാമത്തെ പോയിന്റ് അത് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റു പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് തെറ്റു പറ്റുമെന്ന ഭയം കൊണ്ട് ചെയ്യാതിരിക്കരുത്, തോൽവിയുടെ ഭയം കൊണ്ടും ചെയ്യാതിരിക്കരുത്. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യമായി ചെയ്യുമ്പോൾ കുറേ തെറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. ആളുകൾ വിമർശിക്കുമായിരിക്കും. വിമർശിച്ചോട്ടെ, അവരല്ലേ പറയുന്നുള്ളൂ, അത് നമ്മുടെ മേല് തട്ടുന്നൊന്നുമില്ലല്ലോ. സിമ്പിളായിട്ട് ഇങ്ങനെ വിചാരിച്ചാൽ മതി. അവരുടെ വായിൽ നിന്നല്ലേ വന്നുള്ളൂ, എൻ്റെ മേലൊന്നും തട്ടിയിട്ടില്ലല്ലോ, പോട്ടെ എന്ന് ഏറ്റവും ലോ ലെവൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചാൽ പോലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പറയുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. കാറ്റ് വന്നാൽ കാർമേഘം നീങ്ങും, പക്ഷേ എന്ന് കരുതി കാർമേഘം മഴ പെയ്യിച്ച് നീങ്ങിപ്പോവും, അല്ലെങ്കിൽ ഒന്ന് ചാർജെങ്കിലും പോകുമല്ലോ. അതുപോലെ ഏറ്റവും കട്ടി കാർമേഘം വന്നോട്ടെ, നല്ല ശക്തമായി കാറ്റടിക്കട്ടെ, അപ്പോഴാണ് കാർമേഘം മാറി നല്ല തെളിഞ്ഞ ആകാശത്തോടെ നല്ല തണുത്ത് ഞാൻ പൊന്തി വരിക എന്ന് വിചാരിക്കണം. ഈ രീതിയിൽ കുറച്ച് പോസിറ്റീവ് തോട്ട്സ് ആര് നമ്മളെ വിമർശിക്കുമ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ അത് തോറ്റുപോകും എന്നുള്ള ഭയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റുമോ എന്നുള്ളതായിരിക്കുന്ന പേടിയും ഉണ്ടാവില്ല. ആ തെറ്റുമെന്ന പേടിയില്ലെങ്കിൽ തന്നെ ഒരുപാട് ജയിക്കുക. അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം എനിക്കൊരു കമൻറ്റിലാണോ അതോ വോയിസ് മെസ്സേജിലാണോ ഞാൻ ഓർക്കുന്നില്ല, എന്തൊക്കെയാണ് തെറ്റുകളെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, എന്നാൽ പിന്നെ തെറ്റു പറ്റില്ലല്ലോ എന്ന് ഈ കാലഘട്ടത്തിൽ അവശ്യമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ആരോ എന്നോട് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് പറയുമ്പോൾ എന്നോട് ആ ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ഫസ്റ്റ് ഹെഡായിരുന്ന ജഗദംബ സരസ്വതി മമ്മയുടെ അടുത്ത് ദീദി, മോഹിനി ദീദി എന്ന് പറയും, അന്നുണ്ടായിരുന്നു നമ്മുടെ സീനിയർ ടീച്ചറാണ്. ഇന്ന് അവർ 2 പേരും ഇല്ല. അപ്പോൾ ആ ദീദി ചോദിച്ചിരുന്നു, ഒരിക്കൽ ഇതുപോലെ പല പ്രാവശ്യവും ദീദിയുടെ കയ്യിൽ നിന്ന് പല തെറ്റുകളും പറ്റും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്ന് സിസ്റ്റം അനുസരിച്ച് ആരുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചു അതിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് പണിഷ്മെൻറ്റ് സ്വീകരിക്കുമായിരുന്നു. 1-2 പ്രാവശ്യം ഇങ്ങനെ വേണ്ടി വന്നപ്പോൾ മോഹിനി ദീദി പോയിട്ട് മമ്മോട് ചോദിച്ചു പോലും, മമ്മ തെറ്റുകൾ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുമോ, എന്നാൽ ഞാൻ തെറ്റ് ചെയ്യേയില്ല എന്ന്. അപ്പം മമ്മ പറഞ്ഞു, തെറ്റ് എന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, സാഹചര്യം അനുസരിച്ച് മാറും. അതുകൊണ്ട് എപ്പോഴാണോ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റുന്നത്, ആ തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് സോറി പറയാം, ഫുൾ സ്റ്റോപ്പ് ഇടാം, അതിനെന്ത് തിരുത്ത് വേണോ തിരുത്ത് ചെയ്യാം, അഥവാ എന്തെങ്കിലും പണിഷ്മെൻറ്റ് നമുക്ക് വേണോ സ്വയം നമ്മളെ പണിഷ് ചെയ്യാം, അതല്ലെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇത്ര കാര്യം ചെയ്താൽ ഒരു വിഷമവും കൂടാതെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ 2 ഭയത്തെ നമ്മൾ നമ്മളോട് ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുന്നുണ്ടോ, അറിവാണ് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവലിന് കൂട്ടുന്നത്. എത്ര കൂടുതൽ നോളജ് നിങ്ങൾക്കുണ്ടോ അത്രയും ഈ ലോകത്ത് നമ്മൾ ആധികാരികമായി തന്നെ ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ദിവസവും കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാറ്റിവെക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യുക. നിങ്ങൾക്കറിയോ, സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും പഠിച്ച കാര്യത്തെക്കുറിച്ച് മനനം ചെയ്യണം, അല്ലെങ്കിൽ ചിന്തിക്കണം, അതിനെക്കുറിച്ച് വീണ്ടും ആഴത്തിൽ മനസ്സിലാക്കണം, പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് സമയമില്ല എന്ന്. ഞാൻ അവരോട് കൂടി പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, കൈകൊണ്ട് പണിയെടുക്കുന്ന സമയം മനസ്സ് എവിടെയെങ്കിലൊക്കെ അലയുന്ന സമയം ഒരുപാടാണ്. ആ സമയങ്ങളെ നിങ്ങളൊന്ന് നമ്മുടെ നോർമൽ ലൈഫിലൊന്ന് ചാർട്ട് ചെയ്താൽ, അതായത് ഞാൻ കുക്ക് ചെയ്യുകയാണ്, കുക്ക് ചെയ്യുമ്പോൾ ഇത്ര പച്ചമുളക് ഇടണം, അല്ലെങ്കിൽ ഇത്ര മുളക് പൊടി ഇടണം, ഇത്ര മഞ്ഞൾപ്പൊടി, ചിന്തിക്കേണ്ട കാര്യമില്ല. നോർമലി ചെയ്യുന്ന കാര്യം 1 സെക്കൻഡ് ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സമയം നമ്മൾ ഫ്രീ ആയി. ആ സമയത്ത് ഈ സമയം തൊട്ട് ഈ സമയം വരെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ യാതൊരു സംശയവും
ഇല്ലാതെ ആ സമയം ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓർമ്മിക്കുകയും ചെയ്യുകയും ചെയ്യും. അങ്ങനെ എപ്പോഴൊക്കെ കൈകൊണ്ട് പണിയെടുത്ത് മനസ്സ് ഫ്രീ ആക്കാൻ പറ്റുന്ന സമയമുണ്ടോ അപ്പോഴൊക്കെ ഇത്തരം ചേർണിങ്ങിന് വേണ്ടി മനസ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നോളജ്, ഡീപ്പ് നോളജ് അഥവാ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ എത്രത്തോളം ജ്ഞാനത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ നിങ്ങൾ അതിൻ്റെ അനുഭവി മൂർത്തിയായിട്ട് മാറുന്നുണ്ടോ അത്രയും അതിൻ്റെ ആധികാരികത കൂടും, നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ. ഒന്നാമത് മെഡിറ്റേഷൻ ചെയ്യണം. രണ്ടാമത് ഏത് കാര്യമാണോ നമുക്ക് ഭയമുള്ളത് ആ കാര്യത്തെ നിരന്തരം ചെയ്യാൻ ശ്രമിക്കണം. നാലാമത്തെ തെറ്റ് പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ചെയ്യാതിരിക്കരുത്, തോൽവിയുടെ വിമർശനത്തിന് പേടിച്ച് ചെയ്യാതിരിക്കരുത്. പിന്നെ ഒന്ന് നമ്മുടെ ജ്ഞാനത്തെ, അറിവിനെ വർദ്ധിപ്പിക്കാൻ വെറും ആസ് എ നോളജ്, ആസ് എ ഇൻഫോർമേഷൻ ആയിട്ടല്ല, നമ്മളുള്ള അതിനെ ചേൺ ചെയ്ത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യത്തെ സ്വന്തമാക്കിയാൽ പതുക്കെ പതുക്കെ നമ്മളറിയാതെ നമ്മുടെ ലെവൽ കൂടാൻ തുടങ്ങും. കുറച്ച് നാൾ നിങ്ങളിങ്ങനെ ലൈഫിനെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞ ശേഷം ഒരു 4-5 മാസം ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ലീഡ് ചെയ്ത ശേഷം പിന്നെ പണ്ട് നിങ്ങളെ കണ്ടൊരാൾ കാണുമ്പോൾ പറയും, ഓ നീ ഒരുപാട് മാറിപ്പോയല്ലോ എന്ന് തീർച്ചയായിട്ടും പറയും. എനിക്ക് ആ കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ ആവോളം വർദ്ധിപ്പിച്ച് വാനോളം ഉയരുന്ന രീതിയിൽ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വരനോട് അതിനുള്ള ശക്തി നിങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.